ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാന്റസി ഗുരു. ഗെയിം വീക്ക് 21 ഞാൻ പറ്റി സംസാരിക്കുന്ന ഫാന്റസി ഗുരുവിന്റെ മറ്റൊരു എപ്പിസോഡിന്റെ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഗെയിം വീക്ക് 21 വരുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ഉണ്ടായിരുന്ന ഒരു തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ആഫ്രിക്കൻ നേഷൻസ് കപ്പ്, അതുപോലെ ഏഷ്യൻ കപ്പ്, ഇത്തരം കളികളിലായിട്ട് നമ്മുടെ മെയിൻ താരങ്ങൾ പോകുന്നതിന്റെ ഒരു പ്രശ്നത്തിലാണ് നമ്മൾ ഈ ഗെയിം വീക്കിലിട്ട് വരുന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഗെയിം വീക്കിനെ നമ്മൾ ആദ്യമേ കണ്ടിരുന്നത് തന്നെ. അപ്പൊ നമുക്ക് ഏറെക്കുറെ സാലാ സണ്ണ് പോലെ അല്ലെങ്കിൽ ഹീച്ചാൻ പോലെയുള്ള കുറച്ച് കളിക്കാരെ നഷ്ടപ്പെടും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേയേറെ പ്ലാനുകൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ടീമുമായിട്ട് ഗെയിം വീക്ക് 21 പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അത്യാവശ്യം നമ്മുടെ ടീമിനുള്ള കളിക്കണ 2-3 പ്ലേയേഴ്സിന് വീണ്ടും പരിക്ക് വരുന്നത്. അതായത് ബോവൻ, ഗബ്രിയേൽ ജീസസ്, ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ്, ഇങ്ങനെയുള്ള 1-2 പ്രമുഖ താരങ്ങൾ കൂടി പരിക്കേറ്റിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റി കുറേയേറെ കൺഫ്യൂഷൻസ്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി ഞാൻ മുന്നോട്ട് വരുന്നത്. കുറേയേറെ ടോപ്പിക്കുകൾ സംസാരിക്കേണ്ട എനിക്കറിയാം. എല്ലാം കൂടെ പറഞ്ഞ് തീർക്കാൻ പറ്റിയൊരു സമയം എൻ്റെ അടുത്ത് തൽക്കാലമില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞു തീരെങ്കിൽ വലിയ ലെങ്തി വീഡിയോ ആയിപ്പോൾ. എന്നിരുന്നാൽ പോലും നമ്മൾ കറന്റ് നമ്മുടെ മുമ്പിലുള്ള സിനാറിയോസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ അല്ലെങ്കിൽ വലിയ തട്ടിക്കേടിൽ അത് ഗെയിം വീക്ക് 21 അല്ലെങ്കിൽ ഇനിയുള്ള ഗെയിം വീക്കുകൾ എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യത്തെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ആദ്യമായിട്ട് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇനി നമ്മൾ റീസെന്റ് ആയിട്ട് വളരെ റീസെന്റ് നമ്മൾ ഫേസ് ചെയ്യാൻ വന്ന 1-2 കാര്യങ്ങളെ പറ്റി പറയാം. അത് മറ്റൊന്നുമല്ല, ഡബിൾ ഗെയിം വീക്കുകളും ബ്ലാങ്ക് ഗെയിം വീക്കുകളും. നമ്മൾ സീസണിന്റെ ഒരു ആദ്യ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഡബിൾ ഗെയിം വീക്കുകളും ബ്ലാങ്ക് ഗെയിം വീക്കുകൾ വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒത്തിരി കൺഫ്യൂഷൻസ് ഉള്ളൊരു ടോപ്പിക് തന്നെയാണ്. പക്ഷെ പറ്റുന്ന രീതിയിൽ ഏറ്റവും സിംപ്ലിഫൈ രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ ഞാൻ പറയാൻ പോകുന്ന മൊത്തം കാര്യത്തിൽ ഒരു ബ്രീഫ് നോട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം നോക്കുക. അതിന്റെ കൂടുതൽ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയുന്ന കാര്യം, നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡബിൾ ഗെയിം വീക്ക് ആദ്യം വരാൻ പോകുന്ന ഗെയിം വീക്ക് 25 ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ആ ഗെയിം എന്ന് പറയുന്നത് സിറ്റി വേഴ്സസ് ബ്രെൻഫോർഡ് ആണ്. അതായത് ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽ മൂലം സിറ്റിക്ക് നഷ്ടപ്പെട്ട സിറ്റി വേഴ്സസ് ബ്രെൻഫോർഡ് ഗെയിം വീക്കാണ് ആദ്യമായി ഷെഡ്യൂൾ ചെയ്യാനുള്ളത്. ഈ ഗെയിം മോസ്റ്റ് വിൽ കം ഓൺ ഗെയിം വീക്ക് 25 ആയിരിക്കും വരുന്നത്. എന്തുകൊണ്ട് ഗെയിം വീക്ക് 25 ഗെയിം വീക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് സിറ്റിയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് പോകുന്നവരും ഗെയിം വീക്ക് 25 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ UEFA ചാമ്പ്യൻസ് ലീഗിൽ മിക്കവാറും അവർ മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. സെമി ഫൈനൽ വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കോപ്പൻഹാഗനൊക്കെ അവരടിച്ച് മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ FA കപ്പിൽ അവർക്ക് ചാൻസ് ഉണ്ട്. സോ അത്തരം ഗെയിമുകൾ അവർക്ക് ഉള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് സിറ്റിക്ക് ഒരു ഫിക്സർ കൺജഷൻ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഒരു പ്രീമിയർ ലീഗ് ഗെയിം വെക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് ഗെയിം വീക്ക് 25 സിറ്റി ബ്രെൻഫോർഡ് കളി റീഷെഡ്യൂൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ സിറ്റിക്കും ബ്രെൻഫോർഡിനും ഡബിൾ ഗെയിം വീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഗെയിം വീക്ക് 25 കളി നടത്തിയില്ലെങ്കിൽ പിന്നെ അവർക്ക് വെക്കാൻ കഴിയുന്ന ഒരു സ്ലോട്ട്, ഒരു മിഡ് വീക്ക് സ്ലോട്ട് വരുന്നത് അത് ഗെയിം വീക്ക് 28 ആണ്. സോ സിറ്റി ഡബിൾ ഗെയിം വീക്ക് മോസ്റ്റ്ലി ഗെയിം വീക്ക് 25, അതല്ലെങ്കിൽ ഗെയിം വീക്ക് 28 കൺഫേം ഡബിൾ ഗെയിം വീക്ക് ഫോർ സിറ്റി ആൻഡ് ബ്രെൻഫോർഡ് ആയിരിക്കും. അതാണ് ആദ്യത്തെ ഡബിൾ ഗെയിം വീക്ക് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഡബിൾ ഗെയിം വീക്ക് നോക്കുവാണെങ്കിൽ ഗെയിം വീക്ക് 25 തന്നെ ലിവർപൂൾ വേഴ്സസ് ലൂട്ടൺ, ആ ഒരു ഗെയിമിന് ഡബിൾ ഗെയിം വീക്ക് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഈ ലിവർപൂൾ ലൂട്ടൺ കളി എന്തുകൊണ്ട് 25 ഡബിൾ ഗെയിം വീക്ക് ആകണമെന്ന് ചോദിച്ചാൽ, ഗെയിം വീക്ക് 26 ആക്ച്വലി ഇപ്പോഴത്തെ ഫിക്സർ പ്രകാരം ലിവർപൂൾ ലൂട്ടൺ കിടക്കുന്നത്. എന്നിരുന്നാൽ പോലും EFL കപ്പിൽ സെമി ഫൈനലിൽ ലിവർപൂൾ വേഴ്സസ് ഫുൾഹാം ഗെയിം, ആ ഒരു ഗെയിമിൽ 2 ഗെയിമും അല്ലെങ്കിൽ 2 പാദങ്ങളിലായിട്ട് ലിവർപൂൾ ജയിച്ച് EFL കപ്പിന്റെ ഫൈനലിലായിട്ട് ലിവർപൂൾ കയറി കഴിഞ്ഞാൽ വിച്ച് ഇസ് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം, ബിക്കോസ് ഫുൾഹാമിൽ ലിവർപൂൾ അടിക്കാന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗെയിം വീക്ക് 26 ലിവർപൂളിന് കളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിം വീക്ക് ഒരു ഇച്ചിരി മുന്നിലോട്ടാക്കി ഗെയിം വീക്ക് 25 ലിവർപൂളിനും ഡബിൾ ഗെയിം വീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഗെയിം വീക്ക് 25 ലിവർപൂളിന് ഡബിൾ ഗെയിം വീക്ക് വരുന്നു. ഗെയിം വീക്ക് 26 ലിവർപൂളിന് കളി ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഗെയിം വീക്ക് 26 ബ്ലാങ്ക് ആവാൻ ചാൻസ് ഉള്ള മറ്റ് 2 ടീമുകൾ കൂടി ഉണ്ട്. അത് മറ്റാരുമല്ല, ചെൽസിയാണ്. നേരത്തെ പറഞ്ഞ അതേ സിനാരിയോ, ഈ ലിവർപൂളിന് EFL കപ്പ് സെമിഫൈനൽ ഉള്ളതുപോലെ ചെൽസിക്കും EFL കപ്പ് സെമിഫൈനൽ ഉണ്ട്. അതിന് ഒരു ലെഗ് ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു. അത് മിഡിൽസ്ബ്രോ ആയിട്ട് ചെൽസി തോറ്റിട്ടുണ്ട്. സോ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിലെ അടുത്ത ഭാഗത്തിൽ മിഡിൽസ്ബ്രോനെ ചെൽസി തോൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-0 തോൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെൽസി EFL കപ്പിന്റെ ഫൈനലായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഗെയിം വീക്ക് 26 ചെൽസിക്ക് ബ്ലാങ്ക് ആവും. ചെൽസിയുടെ കളി ഉണ്ടാവും. ചെൽസി പ്ലേയിങ് അഗൈൻസ്റ്റ് ടോട്ടൻഹാം ആണ് ആസ് ഓഫ് നൗ കിടന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൻഹാമിനും ആ ഒരു ഗെയിം വീക്ക് 26 ബ്ലാങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഏറ്റവും റീസെന്റ് ആയിട്ട് വരാൻ പോകുന്ന 2 സിനാറിയോസ്. ഇനി ഗെയിം വീക്ക് 28 നേരത്തെ വന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. ഗെയിം വീക്ക് 25 സിറ്റി ബ്രെൻഫോർഡ് കളി വന്നാൽ ഗെയിം വീക്ക് 28 വരും. വേറെ കളികളൊന്നും ഗെയിം വീക്ക് 28 വരാനുള്ള ചാൻസ് കാണുന്നില്ല ഡബിൾ ഗെയിം വീക്ക്. ഇനി ഗെയിം വീക്ക് 29 വരികയാണെങ്കിൽ ഈ സീസണിലെ ഏറ്റവും വലിയ ബ്ലാങ്ക് ഗെയിം വീക്ക് ആയിരിക്കും ഗെയിം വീക്ക് 29. എന്തുകൊണ്ട് ഗെയിം വീക്ക് 29 ബ്ലാങ്ക് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഗെയിം വീക്ക് 29 ആണ് ഈ പറഞ്ഞ പോലെ FA കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ FA കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽസ് പറയുമ്പോൾ പ്രീമിയർ ലീഗിൽ നേർക്കൊരു 12 ടീമുകൾ മാറ്റിരിക്കുന്നുണ്ടാവും ക്വാർട്ടർ ഫൈനൽസായിട്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ബ്ലാങ്ക് ഗെയിം വീക്ക് 29 ആയിരിക്കും ബിക്കോസ് ഓഫ് ദ FA കപ്പ് ക്വാർട്ടർ ഫൈനൽസ്. ഇനി ഗെയിം വീക്ക് 34 വരുവാണെങ്കിൽ ഗെയിം വീക്ക് 34 എന്ന് പറയുമ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ട് ഡബിൾ ഗെയിം വീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു ഗെയിം വീക്ക് 29 12 ടീമുകൾക്ക് ഏറെക്കുറെ ബ്ലാങ്ക് വരുമ്പോൾ ആ ഒരു കളി മേക്കപ്പ് ചെയ്യാനായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഗെയിം വീക്ക് 34 കുറച്ച് കളികൾ മാറ്റി വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ വേറെ UCL-മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ FA കപ്പുമായി ബന്ധപ്പെട്ട വേറെയും കളികൾ വരുന്നുണ്ട്. അപ്പോൾ ഗെയിം വീക്ക് 34 ഗെയിം വീക്ക് 29 കളിയില്ലാത്ത ഏതാനും ടീമുകൾക്ക് ഡബിൾ ഗെയിം വീക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആസ് എക്സ്പെക്ടഡ് ഗെയിം വീക്ക് 37 സീസണിലെ ഏറ്റവും വലിയ ഡബിൾ ഗെയിം വീക്ക് ആയിരിക്കും. ഗെയിം വീക്ക് 29 ബാക്കിയുള്ള കളികളും ഈ പറഞ്ഞ ഏതെങ്കിലും കപ്പ് ഗെയിം കൊണ്ട് വേറെ ടീമുകൾക്ക് മുൻനിര ടീമുകൾക്ക് കളി ബാക്കിയാണെങ്കിൽ അതും കൂടെ ഗെയിം വീക്ക് 37 ഡബിൾ ഗെയിം വീക്ക് വരെ ചാൻസ് ഉണ്ടാവും. ഈ ഗെയിം വീക്ക് 37 ഡബിൾ ഗെയിം വീക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഡബിൾ ഗെയിം വീക്ക് ആണെങ്കിൽ പോലും അത്രത്തോളം എക്സൈറ്റഡ് ആവേണ്ട കാര്യമില്ല. ബിക്കോസ് ആ ഒരു സമയത്തേക്ക് ഈ ടൈറ്റിലൊക്കെ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ടീം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കളികളൊക്കെ ഒരു അപ്രസക്തമാവുകയും അതുകൊണ്ട് തന്നെ ടീമിലെ മറ്റു താരങ്ങൾക്ക് ചാൻസ് കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സോ ഗെയിം വീക്ക് 37 ഡബിൾ ഗെയിം വീക്ക് അത്രത്തോളം എക്സൈറ്റ്മെന്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ ഒരു നെറ്റ് ടു നെറ്റ് ഗെയിം ആണെങ്കിൽ മാത്രമായിരിക്കും, ടൈറ്റിൽ റേസ് ആണെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു ഗെയിം വീക്ക് പ്രസക്തിയുള്ളൂ. സോ ഇതാണ് ഇനി വരാൻ പോകുന്ന ഡബിൾ ഗെയിം വീക്കുകളെ പറ്റിയും ബ്ലാങ്ക് ഗെയിമുകളെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ. ഇതിനൊരു ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്. എല്ലാ കളികളെ പറ്റിയും ഓരോരോ ഇന്ന ടീം ജയിച്ചാൽ അടുത്ത ടീമിന് ഡബിൾ ഗെയിം വീക്ക് വരുന്നു എന്നൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറയാൻ കഴിയുന്ന ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കയറാൻ ശ്രമിക്കാം. സോ ഇതാണ് ആദ്യത്തെ സിനാറിയോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും വലിയ അടുത്ത തലവേദന. അത് തലവേദന എന്ന് പറയാനില്ല, ബിക്കോസ് നമുക്ക് എല്ലാവർക്കും പറയാം സണ്ണും സലയും പോകുന്നുള്ളവരുടെ ഈ 2 പേര് കൊടുത്തിട്ട് നമുക്ക് ആരെ വാങ്ങാൻ കഴിയും. ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം, സൺ ആൻഡ് സലേനെ വിൽക്കുമ്പോൾ തന്നെ നമുക്ക് ബഡ്ജറ്റിനെ പറ്റി ഒരു ടെൻഷനും ആവശ്യമില്ല. ബിക്കോസ് അത്രത്തോളം പ്രൈസ് ഉള്ള 2 അസറ്റുകൾ വിൽക്കുന്നു. നമ്മുടെ ബാങ്കിൽ ഇഷ്ടം പോലെ മില്യൺസ് വരുന്നു. അതുകൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും തൽക്കാലത്തെ ഒരു അസറ്റിന് മേടിക്കാൻ കഴിയും. അതുകൊണ്ട് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അതിലൊരു മെയിൻ ഓപ്ഷൻ ആയിരുന്നു ബോവൻ. പക്ഷെ ബോവൻ ഇൻജോർഡ് ആണ്. ബോവൻ ചിലപ്പോൾ ഗെയിം വീക്ക് 21 ഉണ്ടാകാൻ ചാൻസ് ഇല്ല. സോ ബോവൻ നമ്മൾ ഒഴിവാക്കി കളയുന്നു. പിന്നെ നമ്മൾ ആരെടുക്കും? ആഴ്സണലിട്ട് വരുവാണെങ്കിൽ സാക്കാൻ ഒഡേഗാർഡ്. നമുക്കറിയാം ആഴ്സണൽ ഈസ് ഗോയിങ് ടു എ പുവർ ഫോം. അവരുടെ ഫോം അത്ര മികച്ചതല്ല, അവർക്ക് വിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ സാക്കയുടെ പെർഫോമൻസും അത്ര മികച്ചതെന്ന് പറയാൻ കഴിയില്ല. ബിക്കോസ് അത്ര നമ്മൾ ഉദ്ദേശിച്ചത്രത്തോളം ഒരു റിട്ടേൺ സാക്കി തരുന്നില്ല. പക്ഷെ ആ ഒരു ടീമിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്ലെയർ, എസ്പെഷ്യലി നമ്മൾ സണ്ണിന് സലയും വിറ്റ് കഴിഞ്ഞാൽ സാക്കി എടുക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ആ ടീമിൽ ആഴ്സണൽ ടീമിലെ മിഡ്ഫീൽഡിൽ ഏറ്റവും മികച്ച എക്സ്പെക്ടഡ് ഗോൾ ഇൻവോൾവ്മെന്റുള്ള കളിക്കാരൻ അത് സാക്കയാണ്. 0.76 എന്ന സ്റ്റാറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ഏറ്റവും നൈൽഡ് ആയിട്ടുള്ള പ്ലെയറും സാക്കയാണ്. അതായത് സലീബയും റേസും കഴിഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ, ഏറ്റവും കൂടുതൽ മിനിറ്റുകൾ ആഴ്സണലിന് വേണ്ടി കളിച്ചുള്ള താരം അത് സാക്കയാണ്. ഇനി അതിന്റെ കൂടെ പറയുകയാണെങ്കിൽ നമ്മൾ സാക്കയ്ക്ക് ഫോമില്ല എന്ന് പറയുമ്പോൾ പോലും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ മിഡ്ഫീൽഡേഴ്സിന്റെ റാങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 4th പൊസിഷനുള്ള താരമാണ് സാക്ക. അതുകൊണ്ട് തന്നെ സാക്ക അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് കൂടെ തന്നെ പറയേണ്ട ആഴ്സണൽ മറ്റൊരു മിഡ്ഫീൽഡറാണ് മാർട്ടിൻ ഒഡേഗാർഡ്. മാർട്ടിൻ ഒഡേഗാർഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് 8.6 എന്ന ഒരു വാല്യൂ, 8.4 മില്യൺ എന്ന വാല്യൂ ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നാം. എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ആ ഒരു ടീമിൽ നിന്ന് സാക്ക അല്ലെങ്കിൽ എടുത്തു കഴിയുന്ന ഒരു പ്ലെയർ ഒഡേഗാർഡ് ആണ്. നല്ല അത്യാവശ്യം ഡീസന്റ് ഫിക്സേഴ്സ് വരുന്നു. എക്സ്പെക്ട് ഗോൾ ഇൻവോൾവ്മെന്റ് പറയുന്നത് 0.48 ആണ്. സോ ഈ 2 ടീം പേരിൽ നിന്നും ഒരാളെങ്കിലും ടീമിനായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. 2 പേരും ഒരു കാരണവശാലും ഒരുമിച്ച് ടീമിനായിട്ട് എടുക്കാതിരിക്കുക. ആഴ്സണൽ മിഡിൽ നിന്നും ഒരാൾ മാത്രം എടുത്താൽ മതി. ഇനി ആഴ്സണൽ മിഡിൽ നിങ്ങൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ ആഴ്സണൽ മിഡ് ഓൾറെഡി ഉണ്ട്, ഇനി അടുത്ത് നിങ്ങളൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഐ വുഡ് സേ ഫോർഡൻ ഓർ KDB. നമുക്കറിയാം സിറ്റി പതുക്കെ തിരികെ ഫോമിലിട്ട് എത്തുന്നു. അതിന്റെ കൂടെ തന്നെ അവരെല്ലാ പ്ലേയേഴ്സും ഓൾറെഡി ഇഞ്ചർ മാറി തിരിച്ചെത്തുന്നു. ഡോക്കു തിരിച്ചെത്തുന്നു, KDB തിരിച്ചെത്തി കഴിഞ്ഞു, ഡോക്കു തിരിച്ചെത്തി, ഹാലണ്ടും ഏറെക്കുറെ തിരിച്ചു വരേണ്ട പാതയിലാണ്. സോ അവരൊരു ഫുൾ സെറ്റിൽഡ് ടീം തിരിച്ചു വരാൻ ഒരുങ്ങുന്നു. സോ അതൊരു സീസണിന്റെ ഒരു പകുതിയാകുമ്പോൾ സിറ്റി ഒരു പ്രത്യേക ഫോമിലായിട്ട് എത്തുന്ന കാഴ്ച നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സിറ്റി അസറ്റിലായിട്ട് എത്തിക്കുക എന്നുള്ളത് വളരെ മികച്ചാണ്. അതിൽ തന്നെ ഏറ്റവും നല്ല അസറ്റ് ഫോർഡൻ ആണ്. വൈ ഫോർഡൻ എന്ന് വെച്ചാൽ ആ ടീമിലെ ഏറ്റവും കൂടുതൽ മാൻ സിറ്റി ടീമിലെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ഗോൾ ഇൻവോൾവ്മെന്റുള്ള താരം ഫോർഡൻ ആണ്. FA കപ്പിലെ 2 ഗോൾ അടിച്ചു, അതിനുള്ള പ്രീമിയർ ലീഗിലും ഗോൾ അടിച്ചു, മികച്ച രീതിയിൽ കളിക്കുന്നു, മിന്നും ഫോമിൽ കളിക്കുന്നു ഫോർഡൻ. അതുകൊണ്ട് തന്നെ അത്രയും മികച്ച ഫോമിലുള്ള ഫോർഡൻ തീർച്ചയായിട്ടും സിറ്റിയിൽ നിന്ന് എടുത്തു കഴിയാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്.
നമ്മൾ ഫോർഡനിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും ഇനിയിപ്പോൾ KD വരുമ്പോൾ ഫോർഡിന് ചാൻസ് കുറയുന്നത്. പക്ഷെ ആസ് എ സിറ്റി ഫാൻ ഞാൻ ഫോർഡിന് ഒരിക്കലും ബെഞ്ച് ചെയ്യണമെന്ന ഒരു ഓപ്ഷനിലായിട്ട് അല്ലെങ്കിൽ പെപ്പ അങ്ങനെ ചിന്തിക്കുന്നു വിശ്വസിക്കുന്ന ആളല്ല. ബിക്കോസ് ഫോർഡൻ ഒരു സെൻട്രൽ റോഡിൽ കളിക്കാൻ പറ്റും, റൈറ്റ് വിങ്ങറൊക്കെ ആയിട്ട് കളിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KDBയുടെ വരവ് ഫോർഡനെ ബാധിക്കില്ല, കൂടുതലും ജൂലിയൻ ആൽവാരസിനെ ആയിരിക്കും ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഫോർഡൻ ഓൾമോസ്റ്റ് നൈൽഡ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഫോർഡൻ എടുത്തു വയ്ക്കാൻ മടിക്കേണ്ടതില്ല. ഇനി കെവിൻ ഡി ബ്രൂയിനിലേക്ക് വരുവാണെങ്കിൽ നമുക്കെല്ലാം അറിയാം ഒരു മികച്ച താരത്തിനാണ് കെവിൻ ഡി ബ്രൂയിൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ FA കപ്പിൽ സെക്കൻഡ് ഹാഫിൽ ഒരു 20 മിനിറ്റാണ് കളിച്ചത്, അദ്ദേഹം തന്നെ അസിസ്റ്റ് വന്നു. ഇനി ന്യൂകാസിനെതിരാണ് ഗെയിം. ന്യൂകാസിൽ എന്നുള്ള ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KDB ഹിംസെൽഫ് സെഡ് ദാറ്റ് ഹി ഡോണ്ട് ബിലീവ് ഹി വിൽ സ്റ്റാർട്ട് അഗൈൻസ്റ്റ് ന്യൂകാസിലായിട്ട് കളിക്ക് KDB സ്റ്റാർട്ട് ചെയ്യുന്ന KDB പോലും വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ന്യൂകാസിലുള്ള ഗെയിം ഡെഫിനറ്റ്ലി ഒരു ഫിസിക്കൽ ഗെയിം ആയിരിക്കും. നമുക്കറിയാം അവരുടെ മിഡ്ഫീൽഡിൽ ഈ പറഞ്ഞ ബ്രൂണോ ഗിമറസ് അതുപോലെ ജോലിന്റന്റെ ഒക്കെ കൂടെ കളിക്കാൻ ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണ്. ഇപ്പൊ ഉള്ളതിനേക്കാൾ വലിയ ഇഞ്ചുറി അൽപ്പന്മാർ വരുത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂകാസിനെതിരെ തൽക്കാലം KDBയെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഒരു കാരണവശാലും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം കെവിൻ ഡി ബ്രൂയിനായിട്ട് പോകാതിരിക്കും. പക്ഷെ സ്റ്റിൽ ഒരു 10-20 മിനിറ്റ് ചിലപ്പോൾ കളത്തിലിറങ്ങാൻ കൂടാകാന്നില്ല. സോ നിങ്ങൾ വലിയൊരു KDB ഫാനാണ്, അതുപോലെ തന്നെ നിങ്ങളൊരു ഡിഫറൻഷ്യൽ നോക്കുവാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ KDB. അതല്ലാത്ത പക്ഷം ഈസി ആയിട്ട് എടുത്തു കഴിയുന്ന പ്ലെയർ അത് ഫോർഡൻ തന്നെയാണ്. സോ അതാണ് സിറ്റിയിൽ നിന്ന് എടുത്തു കഴിയുന്ന പ്ലെയർ. ലിവർപൂളിലിട്ട് നമ്മുടെ ഓപ്ഷൻ വളരെ ഒന്നിലേക്ക് ചുരുങ്ങുന്നത് മറ്റാരുമാണ് ഡിയോഗോ ജോട്ടയിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം ജോട്ട 90 മിനിറ്റ്സ് കളിക്കുന്നില്ല എന്നാണ്. ആ പ്രശ്നം പണ്ടുകൊണ്ട് ഇന്നുകൊണ്ട് ഇനിയും ഉണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിവർപൂളിലോട്ട് നോക്കൂ, അവർ ഏറ്റവും മികച്ച ഫിനിഷറായിരുന്നു സല. അവർക്കൊരു സ്ട്രൈക്കർ ഡാർവിൻ ന്യൂനസ് ഉണ്ടെങ്കിൽ പോലും അത്ര ക്ലിനിക്കലല്ല. സോ ഗോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ള സലയാണ്. സല പോയി. സല കഴിഞ്ഞാൽ ആ ടീമിലെ ഏറ്റവും മികച്ച സ്കോറർ ഫിനിഷർ ആരാന്ന് വെച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, മറ്റാരുമല്ല ഡിയോഗോ ജോട്ടയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, FA കപ്പിൽ ജോട്ട സബായിട്ടാണ് വന്നത്. സോ there is high chance that he will be in the starting 11 in the Premier League. അതുകൊണ്ട് തന്നെ ബോർൺമൗത്തിനെതിരായിട്ടുള്ള ഗെയിമിൽ ജോട്ട കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സല കഴിഞ്ഞാൽ ആ ടീമിൽ ഏറ്റവും കൂടുതൽ XG ഉള്ള പ്ലെയർ ജോട്ടയാണ്. എക്സ്പെക്ട് ഗോൾ ഇൻവോൾവ്മെന്റ് ഉള്ള പ്ലെയർ ജോട്ടയാണ്. അതിന് കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ സല ഡാർവിൻ ന്യൂനസ് ആൻഡ് ജോട്ട ഈ സ്കോർഡ് 5 goals. സോ ജോട്ട ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഇപ്പൊ ജോട്ട സ്റ്റാർട്ട് ചെയ്തതിലും പോലും ഒരു 20 മിനിറ്റ് ഒരു സബ് വന്നാൽ പോലും തീർച്ചയായിട്ടും ഗോൾ ചെയ്യാൻ കഴിവുള്ള താരമാണ്. സോ ജോട്ടയാണ് ഞാൻ ഈ പറഞ്ഞ സണ്ണോ സലയോ നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എടുത്തു വയ്ക്കാൻ കഴിയുന്ന ഓപ്ഷൻസ്. സോ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ അത്യാവശ്യം വില കൂടിയ ഓപ്ഷനാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീപ്പായിട്ട് എടുത്തു ചെയ്യാൻ കഴിയുന്ന ഓപ്ഷൻസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പാൽമർ അല്ലെങ്കിൽ ഗോർഡൻ. ഈ 2 പ്ലെയറും വളരെ മികച്ച അസറ്റുകൾ തന്നെയാണ്. ഇതിൽ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ആകെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരൊറ്റ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽമർ ഈസ് ഓൺ പെനാൽറ്റി എന്നുള്ളത് മാത്രമാണ്. അതല്ലാത്ത പക്ഷേ ഇവരുടെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഗോൾ അസിസ്റ്റ് ഒക്കെ ഏറെക്കുറെ ഈക്വലാണ്. ഷോട്ട് ഓൺ ടാർഗറ്റ്, ഷോട്ട് ഇൻസൈഡ് ബോക്സ്, XG, ബിഗ് ചാൻസ് ക്രിയേഷൻ ഒക്കെ ഏറെക്കുറെ നെക്ക് ടു നെക്കാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ പാൽമർ പെനാൽറ്റിയിലുണ്ട്, ഗോഡൻ പെനാൽറ്റി ഇല്ലാന്ന് മാത്രമാണ്. സോ ഈ 2 പേരിൽ ആരെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് എടുത്തു വയ്ക്കാം. ഫിക്സേഴ്സും ഏറെക്കുറെ ഈക്വലാണ്. ഗോർഡന് സിറ്റി ആയിട്ട് കളി ഉള്ളപ്പോൾ സെയിം ടൈം പാമറിന് ലിവർപൂളായിട്ട് കളി വരുന്നു നെക്സ്റ്റ് 3 ഗെയിം വീക്സിൽ. സോ ഈ രണ്ട് പേരിൽ ഒരാൾ എടുത്തു വയ്ക്കാൻ കഴിയും. ഇനി അതല്ലെങ്കിൽ എടുത്തു വയ്ക്കാൻ കഴിയുന്ന മറ്റൊരു പ്ലെയർ പാസ്കൽ ഗ്രോസ് ഫ്രം ബ്രൈറ്റനാണ്. എനിക്ക് പേഴ്സണലി ഞാൻ ഈ ഒരു പ്ലെയറായിട്ട് നോക്കിയിരുന്നില്ല. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ കുറെ ആളുകൾ ഗ്രോസ് എന്ന് പറഞ്ഞ് വലിയൊരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. സോ എന്തുകൊണ്ട് ആ പ്ലെയറെ പറ്റി ജസ്റ്റ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ഗ്രോസിനെ പറ്റി നോക്കുവാണെങ്കിൽ ഈ സീസണിൽ ബ്രൈറ്റണിന് വേണ്ടി ഏറ്റവും കൂടുതൽ കളികൾ കളിച്ച താരം ഗ്രോസ് ആണ്. ഏറ്റവും കൂടുതൽ ചാൻസിൽ ക്രിയേറ്റ് ചെയ്ത താരം ഗ്രോസ് ആണ്. സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ കീ പാസുകൾ കൊടുത്തിരിക്കുന്ന താരം ഗ്രോസ് ആണ്. 52 കീ പാസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഗോൾ പൊട്ടൻഷ്യൽ കുറഞ്ഞ ഒരു താരമാണ് ഗ്രോസ്. അസിസ്റ്റ് പൊട്ടൻഷ്യൽ ആണ് കൂടുതൽ. അതിൽ തന്നെ 52 കീ പാസ് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യ 10 മിഡ്ഫീൽഡേഴ്സിന് എടുക്കുകയാണെങ്കിൽ, അതായത് ഹൈ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത ആദ്യ 10 മിഡ്ഫീൽഡേഴ്സിന് എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്രോസ് ആദ്യ 10-ൽ അപ്പോൾ എനിക്ക് ഇല്ലാത്തൊരു ഹൈപ്പ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിട്ടേൺ ഗ്രോസിൽ നിന്ന് തൽക്കാലം പ്രതീക്ഷിക്കാതിരിക്കുക. മാക്സിമം ഒരു അസിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. സോ ഗ്രോസ് ശ്രദ്ധിച്ച് മാത്രം ടീമിനായിട്ട് എടുക്കുന്ന താരമാണ് ഗ്രോസ്. ഇനി അതല്ലാത്ത പക്ഷം വേറെ എടുത്തു വയ്ക്കാൻ കഴിയുന്ന ഇതൊക്കെയാണ്. അതല്ലാത്ത പക്ഷം വേറെ പ്രത്യേകിച്ച് എടുത്തു വയ്ക്കാൻ കഴിയുന്ന മിഡ്ഫീൽഡേഴ്സ് ഒന്നും തന്നെ നമ്മളെല്ലാവരും കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ സൺ ആൻഡ് സല റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു തലവേദനയോടെ കഴിഞ്ഞു. ഇനി അടുത്ത തലവേദന, ചുമ്മാ ഇരുന്ന അലക്സാണ്ടർ അർണോൾഡ് എങ്ങനെയോ പോയി ഇഞ്ചുറി ആയി, നമ്മളൊക്കെ ടീമിലുണ്ടായിരുന്നതാണ്. ഇനി അലക്സാണ്ടർ അർണോൾഡ് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നു. ഇഞ്ചുറി എന്ന് പറയുമ്പോൾ ലിഗ്മെന്റ് ഇഞ്ചുറി ആണ്, ഇനി ഗ്രേഡ് 1 ആണ്, വലിയ വിഷയമുള്ള ഇഞ്ചുറി അല്ല എന്ന് പറയുന്നു. പത്രത്തെ ആളുകൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് he will be out for 3 weeks എന്നാണ്.
പ്രത്യേകം ശ്രദ്ധിക്കുക, ഹീൽ ബി ഔട്ട് ഫോർ 3 weeks എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 3 game weeks ആണ്. സോ അലക്സാണ്ടർ അർണോൾഡിന് എന്ത് ചെയ്യാൻ കഴിയും? പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടീമിൽ അലക്സാണ്ടർ അർണോൾഡിനെ ഞാൻ തൽക്കാലം അലക്സാണ്ടർ അർണോൾഡിനെ വിൽക്കുന്നില്ല. എനിക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ലിവർപൂൾ കുഡ് ബി ഹാവിങ് എ ഡബിൾ ഓൺ ഗെയിം വീക്ക് 25 ലിവർപൂളിന് മികച്ചൊരു ഡബിൾ ഗെയിം വീക്ക് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അലക്സാണ്ടർ അർണോൾഡ് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അലക്സാണ്ടർ അർണോൾഡ് തൽക്കാലം വിൽക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ലിവർപൂളിൽ ഇപ്പോൾ ഗെയിം വീക്ക് 21 വരുന്നത് എന്താണ്? ഗെയിം വീക്ക് 21 വരുന്നത് 21 Jan, അതായത് ഏറെക്കുറെ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഗെയിം വീക്ക് 21 ഗെയിം വരുന്നത്. 3 ആഴ്ച അർണോൾഡ് ഔട്ടാണെന്ന് പറഞ്ഞാൽ 3 ആഴ്ച 21 ദിവസമായിരിക്കും ഏറെക്കുറെ പുറത്തിരിക്കാം. സോ ഡെഫിനറ്റ്ലി അഗൈൻസ്റ്റ് ബോൺമൗത്ത് അർണോൾഡ് പുറത്തായിരിക്കും. അതിനുശേഷം നമ്മൾ നോക്കൂ, ഗെയിം വീക്ക് 22 അഗൈൻസ്റ്റ് ചെൽസി വരുന്ന 20 ദിവസങ്ങൾക്ക് ശേഷമാണ് മേ ബി അർണോൾഡ് ചിലപ്പോൾ ചെൽസിക്കെതിരെ കളിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വീക്ക് മാത്രമാണ് അർണോൾഡിന് മിസ്സാവുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ ചെൽസിക്കെതിരെ കളിച്ചെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഗെയിം വീക്ക് 23 അഗൈൻസ്റ്റ് ആഴ്സണൽ ഈ ഒരു ഇഞ്ചുറിന് വേഴ്സ് ആവാതെ ആഴ്സണലിനെതിരെ അർണോൾഡ് വരുന്നതായിരിക്കും. അങ്ങനെ ഗെയിം വീക്ക് 23 വന്നെങ്കിൽ ഗെയിം വീക്ക് 24 അഗൈൻസ്റ്റ് ബേൺലി, പിന്നെ ഗെയിം വീക്ക് 25 ഡബിൾ ഗെയിം വീക്കിലൂടെ നമുക്ക് അർണോൾഡിന് ഉപയോഗിക്കാൻ കഴിയും. സോ നമ്മളെ സംബന്ധിച്ച് ഓൾറെഡി സലയെ വിൽക്കാനുണ്ട്, സണ്ണിനെ വിൽക്കേണ്ടതുണ്ട്, ഇനി കുഡൂസ് ഉണ്ട്, ഈ കുഡൂസിനെ വിൽക്കണം, ഹീച്ചാനുണ്ട്, ഹീച്ചാനെ വിൽക്കണം. ഓൾറെഡി -4 -8 നമ്മൾ ഓൾറെഡി ഉള്ളത്. അതിന്റെ കൂടി ഇനി അർണോൾഡിനെ കൂടെ വിറ്റൊരു -4 അടിക്കുന്നേക്കാൾ നല്ലത് തൽക്കാലം അർണോൾഡിനെ പിടിച്ച സൈഡിലായിട്ട് ഇടുക, വേറെ ആരെയും കളിപ്പിക്കുക. അർണോൾഡ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കുക. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാര്യമായി ഗെയിം വീക്കുകൾ അർണോൾഡ് മിസ് ചെയ്യുന്നില്ല. ഒരു ഗെയിം വീക്ക് മിസ്സാവും, മാക്സിമം പോയി 2 ഗെയിം വീക്ക് മിസ്സാവുന്നതാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർണോൾഡിനെ തൽക്കാലം വിൽക്കാതിരിക്കുക. ഇനിയിപ്പോൾ അർണോൾഡിന് വിറ്റേ തീരുമെന്ന് ആർക്കെങ്കിലും വാശിയുണ്ടെങ്കിൽ അതിനും നമുക്ക് പരിഹാരമുണ്ട്. അർണോൾഡിന് വിറ്റുകൊണ്ട് ആരെടുക്കാൻ കഴിയും? ഫസ്റ്റ് ഓപ്ഷൻ കൂടുതൽ ആലോചിക്കണില്ല, 4.9 വരെയുള്ള എസ്റ്റുപിരാൻ ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നു, FA കപ്പിൽ ഗോൾ അടിച്ചു, പ്രീമിയർ ലീഗിൽ ഗോൾ അടിച്ചു. ബ്രൈറ്റൺ കെപ്റ്റ് ക്ലീൻ ഷീറ്റ് ഒക്കെ വെസ്റ്റ് ഹാം ക്ലീൻ ഷീറ്റ് വരുന്നു. സോ ബ്രൈറ്റൺ ഫോർ ദ നെക്സ്റ്റ് 6 ഗെയിം വീക്സിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ഉള്ള, ഡിഫൻസീവ് വൈസ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടുള്ള ഫിക്സേഴ്സ് ഉള്ള ടീമാണ് ബ്രൈറ്റൺ. അതുകൊണ്ട് തന്നെ അവിടുത്തെ എസ്റ്റുപിനെ ഒരു വിങ്ങറായിട്ട് തന്നെ കളിക്കുന്നു, ലെഫ്റ്റ് വിങ്ങറായിട്ട് തന്നെ കളിക്കുന്നു, ഓൾവേസ് ഇൻ ദ ബോക്സ്, ഗുഡ് പെനാൽറ്റി ഏരിയ ടച്ചസ്. തീർച്ചയായിട്ടും അർണോൾഡിന്റെ പകരക്കാരൻ എസ്റ്റുപിനാൻ തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. ഇതല്ലാന്നുള്ള എസ്റ്റുപിനാൻ വേണ്ടെന്നുള്ളവർക്ക് അടുത്ത ഓപ്ഷൻ കെയിൽ വാക്കറാണ്. എന്തുകൊണ്ട് കെയിൽ വാക്കർ എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് അറ്റാക്കിംഗ് റിട്ടേൺ കെയിൽ വാക്കർ എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. ബട്ട് അറ്റ് സെയിം ടൈം സിറ്റി വിൽ ബി ഹാവിംഗ് എ ഡബിൾ ഗെയിം വീക്ക്. ഗെയിം വീക്ക് 25 ഡബിൾ ഗെയിം വീക്ക് നമുക്ക് കെയിൽ വാക്കറെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ മിനിറ്റുകൾ കളിച്ച സിറ്റി ഡിഫൻഡർ കെയിൽ വാക്കറാണ്. അതുകൊണ്ട് കെയിൽ വാക്കർ എടുത്തു ചെയ്യാൻ കഴിയും. ഇനി വാക്കർ പറ്റില്ലെങ്കിൽ പെഡ്രോ പോറോ. ഇപ്പൊ തന്നെ ക്ലീൻ ഷീറ്റ് പ്രതീക്ഷിക്കരുത്, അറ്റാക്കിംഗ് പൊട്ടൻഷ്യൽ മാത്രം പ്രതീക്ഷിക്കുക. എക്സ്പെക്ട് ഗോൾ ഇൻവോൾവ്മെന്റ് മികച്ച രീതിയിലുള്ള താരമാണ് പെഡ്രോ പോറോ. സോ ഈ ഒരു 3 ഡിഫൻഡേഴ്സിനെ വെച്ചുകൊണ്ട് നമുക്ക് അർണോൾഡിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. ഇഫ് യു വോണ്ട് ടു റീപ്ലേസ്, പേഴ്സണലി ഞാൻ റീപ്ലേസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതെല്ലാമാണ് ഈ പർട്ടിക്കുലർ ഗെയിം വീക്കിൽ പറയാനുള്ളത്. ഇനി ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ടീം ശരിയില്ല, അല്ലെങ്കിൽ എൻ്റെ ടീമിൽ അത്ര സുഖമില്ല, ബാക്കി എല്ലാവർക്കും മികച്ച ടീമാണ് തോന്നുന്നത്, എനിക്ക് വൈൽഡ് കാർഡ് ചെയ്യണമെന്ന് വാശിയുള്ളവർക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ വൈൽഡ് കാർഡ്. പക്ഷേ ഞാൻ ആദ്യം ഒരു 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 കുറച്ച് നേരത്തേക്ക് ഞാൻ വൈൽഡ് കാർഡ് ചെയ്താലോ എന്ന് ആലോചിച്ചു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി പഠിച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഗെയിം വീക്ക് 21 എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫർമേഷൻസ് ആർ വെരി ലിമിറ്റഡ്. ഈ പറഞ്ഞ ഡബിൾ ഗെയിം വീക്കുകളെ പറ്റി നമുക്ക് കൺഫർമേഷൻ ഇല്ല. ഡബിൾ ഗെയിം വീക്കുകളെ പറ്റി കൺഫർമേഷൻ വരുന്നത് ഗെയിം വീക്ക് 22 ഡെഡ് ലൈന് നമുക്ക് മനസ്സിലാവും ആരൊക്കെ ഡബിൾ ചെയ്യും, ആരൊക്കെ ബ്ലാങ്ക് ചെയ്യും എന്ന കാര്യത്തെ പറ്റി. അതുപോലെ തന്നെ ഹാലണ്ട് തിരിച്ചു വരും നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഗെയിം വീക്ക് 22 ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ സണ്ണ് സലേക്ക് അവിടെ പോയിട്ട് എന്ത് കാണിക്കണമെന്ന് ഏറെക്കുറെ അറിയാൻ കഴിയും. സോ കൂടുതൽ ഇൻഫർമേഷൻ ഗെയിം വീക്ക് 22 വരും. ഗെയിം വീക്ക് 21 ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഒരു വൈൽഡ് കാർഡ് പോലുള്ള ഒരു ചിപ്പിനെ യൂസ് ചെയ്യണമെങ്കിൽ ചെറിയൊരു റിസ്ക് ഉണ്ട്. എന്നിരുന്നാൽ പോലും ആർക്കെങ്കിലും വൈൽഡ് കാർഡ് ഉപയോഗിച്ച് തീരുവെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈൽഡ് കാർഡ് ഡ്രാഫ്റ്റ് നമ്മൾ കാണിക്കുന്നു. ഹിയർ വി ഗോ. സ്ക്രീനിൽ കാണാം എഡർസൺ മോറസ് നെറ്റോ, ഇൻ ഗോൾ കീപ്പിംഗ് ഗബ്രിയേൽ, ഡൊഗോട്ടി, വാൻ ഹെക്കർ, എസ്റ്റുപിനാൻ, പെഡ്രോ പോറോ. ഡിഫൻസിൽ വരുന്നു സാക്ക, ഗ്രോസ്, പാൽമർ, ഫോഡൻ, ഡിയോഗോ ചോട്ട. നമ്മൾ പറഞ്ഞ എല്ലാ പേരുകളും മിഡ്ഫീൽഡിലായിട്ട് വരുന്നു. ഫ്രണ്ടിലേക്ക് വരുന്ന വോക്കിങ്സ്, സോളാങ്കി, അഡബയോ, നമ്മുടെ ലൂട്ടന്റെ ഫോർവേഡ്. സോ ഇതാണ് ഒരു ബേസിക് വൈൽഡ് കാർഡ് ഡ്രാഫ്റ്റ്. ഞാൻ ഉണ്ടാക്കിയ വൈൽഡ് കാർഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇൻസ്പയർ ചെയ്ത വൈൽഡ് കാർഡ് ഡ്രാഫ്റ്റ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ഒരു വൈൽഡ് കാർഡ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏറെക്കുറെ 11 മില്യൺ നിങ്ങളുടെ ബാങ്കിലുണ്ടാവും. ഇത് കഴിയുമ്പോൾ 11 മില്യൺ ബാങ്കിലുണ്ടാവും. ഈ 11 മില്യൺ ബാങ്കിൽ വെക്കുന്നു. പിന്നെ നമ്മൾ പതുക്കെ ഇൻഫർമേഷൻ കിട്ടുന്നു. ഓക്കെ, ഹാലണ്ട് വരുന്നു. ഓക്കെ, സോളാങ്കി ടു ഹാലണ്ട്. നമ്മുടെ അടുത്ത് പൈസ ഉണ്ടല്ലോ, ഹാലണ്ട് ചെയ്യുന്നു. പിന്നെ സണ്ണ് വരുന്നു പെട്ടെന്ന് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രോസ് ടു സണ്ണ്, ഇതൊക്കെ ചെയ്യാനുള്ള പൈസ നമ്മൾ ബാങ്കിൽ വെച്ചിട്ട് when you have the updates accordingly you shift the team like സോളങ്കി ടു ഹാലണ്ട്, ഈ പറഞ്ഞ ഗ്രോസ് ടു സല അല്ലെങ്കിൽ ജോട്ട ടു സല. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് മികച്ച ടീമിലായിട്ട് എത്താൻ കഴിയും. ആ ഒരു രീതിയിലാണ് ഈ ഒരു വൈൽഡ് കാർഡ് ഡ്രാഫ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.
സോ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിനെ പറ്റി പറയാനുള്ളത്. ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, കുറേയേറെ എല്ലാം കൂടെ തലയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പക്ഷെ എല്ലാം പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് തൽക്കാലം നിർത്തുന്നു. എന്ത് ഡൗട്ട് ആണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ആരെങ്കിലും ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താണെങ്കിൽ അമർത്തിക്കൊള്ളുക. മറ്റൊരു വീഡിയോ ഉടനെ കാണാതെ വരെ ഗുഡ് ബൈ.